നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തലിനെ കോൺഗ്രസ് കുരുതി കൊടുക്കുകയായിരുന്നു. അതെ എന്ന അഭിപ്രായമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഉള്ളതത്രേ. കോൺഗ്രസ് ഒട്ടും അവധാനതയില്ലാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ വിഷയം കൈകാര്യം ചെയ്തതെന്നാണ് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് CPM-ന് ഈ വിഷയത്തിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ ഈ അവധാനതയില്ലായ്മ സഹായിച്ചു എന്നാണ് ലീഗ് നേതാക്കൾ അടക്കം പറയുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വീഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെ ഇത്രയേറെ ജനകീയമാക്കിയത്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ഒരു വലിയ വിഷയമാക്കി മാറ്റിയത്. രാഹുലിനെ കുറിച്ചുള്ള പരാതികൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നപ്പോൾ അത് ബുദ്ധിപൂർവം ഒതുക്കി തീർക്കേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ചില ലീഗ് നേതാക്കൾ ഉണ്ടത്രേ. CPM-ന്റെ കയ്യിൽ ഒരു വടി കോൺഗ്രസ് കൊടുത്തിട്ട് അടിച്ചോളാൻ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉണ്ടായതെന്നാണ് ലീഗ് നേതാക്കളുടെ പക്ഷമെന്ന് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നു. വടി കൊടുത്ത് അടി വാങ്ങിക്കുക എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ വിധി. അത് CPM ആകട്ടെ കിട്ടിയ വടി നന്നായി ഉപയോഗിച്ചു കോൺഗ്രസിനെ അറഞ്ചം പുറഞ്ചം തല്ലി എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. കുറച്ചുകൂടെ ബുദ്ധിപൂർവം ഇടപെട്ടിരുന്നെങ്കിൽ ഈ വിഷയം ആദ്യമേ തീർക്കാമായിരുന്നു. ഇപ്പോൾ കയ്യിൽ നിന്ന് പോയി. CPM ആകട്ടെ അതീവ തന്ത്രപരമായി ഈ വിഷയം UDF-നെതിരെ ഉപയോഗിക്കുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം 140 മണ്ഡലങ്ങളിലും പ്രചരണായുധമാക്കാൻ CPM തീരുമാനിച്ചിരിക്കെ എങ്ങനെ കോൺഗ്രസ് ഇതിനെ നേരിടും? രാഹുൽ ഇപ്പോൾ കോൺഗ്രസ് അംഗമല്ലാത്തത് കൊണ്ട് രാഷ്ട്രീയപരമായി ഇപ്പോൾ കോൺഗ്രസിന് അത് നേരിടുക ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ CPM ആകട്ടെ വളരെ തന്ത്രപൂർവം കോൺഗ്രസിനെയും UDF-നെയും കുരുക്കിലാക്കാൻ ഇത് ഉപയോഗിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യമേ തന്നെ ഈ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി കണ്ടറിഞ്ഞ്, ഇതിൻ്റെ ആഴവും വ്യാപ്തിയും കണ്ടറിഞ്ഞ് കോൺഗ്രസ് നേതൃത്വം ഒരു നല്ല നടപടി കൈക്കൊള്ളണമായിരുന്നു എന്നാണ് ലീഗ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. കാരണം ആരോപണം ഉയരുമ്പോൾ അതിന് ആരാണ് ആരോപണം ഉന്നയിച്ചത്, എന്താണ് അതിനുള്ള സാഹചര്യം ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. ഈ നിമിഷം പോലും ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയില്ല. ഒരു പരാതിയുമില്ലാതെ വാലും തുമ്പുമില്ലാത്ത ആരോപണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലും വന്നപ്പോൾ അതിനെതിരെ, അല്ലെങ്കിൽ അത് കണ്ട് ഭയന്നുപോയ കോൺഗ്രസ് നേതൃത്വം പെട്ടെന്ന് തന്നെ രാഹുലിനെതിരെ നടപടിയെടുക്കുകയായിരുന്നു എന്നത്രേ ലീഗ് നേതാക്കൾ പറയുന്നത്. ഇങ്ങനെ പോയാൽ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാൻ ആളുണ്ടാകുമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വലിയൊരു വീഴ്ചയുണ്ടായെന്നുള്ള വിശ്വാസക്കാരാണ് ലീഗ് നേതാക്കൾ അധികവും. എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് കോൺഗ്രസിന് ഒരു ധാരണയും ഉണ്ടായില്ല എന്ന് ചില ലീഗ് നേതാക്കൾ നമ്മളോട് തന്നെ സംസാരമധ്യേ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ വിഷയം അത്ര പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറ്റുമായിരുന്നു. കാരണം പരാതിക്കാർ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. പരാതി ഒരു പോലീസ് സ്റ്റേഷനുമില്ല, ഒരു FIR-ഉം ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുമില്ല. ഇങ്ങനെ പോകുമ്പോൾ പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ CPM-ന്റെ മടയിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തതെന്നുള്ള ചോദ്യമാണത്രേ ഇപ്പോൾ ലീഗിൽ നിന്നും ഉയരുന്നത്. ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതാക്കളോടും ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയമായതുകൊണ്ട് തൽക്കാലം പുറത്തേക്കൊരു അഭിപ്രായ പ്രകടനം നടത്തണ്ട എന്ന തീരുമാനത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വരുന്ന UDF യോഗങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്ന രീതിക്കെതിരെ ലീഗ് ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.